ഇതുപോലെ ഇടയ്ക്കൊക്കെ ആട്ടോ നല്ല ഫ്രഷ് കക്കയിറച്ചിയൊക്കെ നമുക്ക് കിട്ടുക. അപ്പം നോക്കി ഇരുന്നിട്ട് ഓർഡർ ചെയ്യും. അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പം തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നല്ല അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാ സ്പൈസസും ഇട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാട്ടോ, അതും ഇട്ടൊന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്കൊരു 2 സവോള ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 കീറ് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് കക്കയിറച്ചി നല്ലപോലെ വൃത്തിയാക്കിയതാണ്, അതും ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മൂടിയൊക്കെ വെച്ച് വേവിച്ച് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ വെന്ത് വന്ന സമയത്ത് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയാണ് മെയിനായിട്ടും. അപ്പം മുളക് പൊടി ഞാൻ ഇച്ചിരി കുറച്ചിട്ടാലും ഞാൻ കുരുമുളക് പൊടി നല്ലപോലെ ഇടും കേട്ടോ. അപ്പം അതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീര അതേപാടെ തന്നെ കേട്ടോ, ഒന്ന് കൈക്ക് ജസ്റ്റ് ഒന്ന് പയ്യെ ഒന്ന് തിരുമ്മിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ അവസാനം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ലാസ്റ്റ് ഞാൻ ഈ മല്ലി ഇങ്ങനെ പച്ചമല്ലി ഇങ്ങനെ പയ്യെ കൈക്കൊന്ന് ക്രഷ് ചെയ്തിടും. അത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി കേട്ടോ. എനിക്ക് ബീഫ് ഒലത്തുമ്പോഴും അതുപോലെ തന്നെ ഈ കക്കയിറച്ചിയൊക്കെ ആണെങ്കിലും ഇടുന്നത് ഇഷ്ടമാണ്. അപ്പം ഇഷ്ടമുള്ളവരിട്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.